പീഡനങ്ങളുണ്ട്, പക്ഷെ എല്ലാ പീഡനങ്ങളും പീഡനങ്ങളല്ല. അല്ലല്ലോ, എല്ലാ പീഡനങ്ങളും പീഡനങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിലിനകത്ത് ഫുള്ള് പീഡകരെ കൊണ്ട് നിറഞ്ഞ് ജയിൽ വരെ ഉണ്ടാക്കേണ്ടി വരും. ശരിയാണോ? അല്ലയോ? ചെയ്യാത്തവരെ മാത്രം ജയിലിൽ ഇട്ടാൽ മതി, അതാണ്. എല്ലാ പീഡനങ്ങളൊന്നും പീഡനങ്ങളല്ല. അതെല്ലാം അറിഞ്ഞോ അറിയാതെയൊക്കെ നടക്കുന്ന, അറിയാതെയൊന്നും അല്ല ഞാൻ അതിനെ പറയുന്നത്, ഒരു മൗനസമ്മതത്തോട് കൂടിയിട്ടുള്ള, അതിനുശേഷം അത് തിരിച്ചറിയും. അപ്പോഴാണ് ഈ പീഡനമായിട്ട് മാറുന്നത്. പിന്നീട് അവർക്ക് തോന്നുന്നതാണ്. അതെ അതെ. അപ്പം അവരത് ചതി തിരിച്ചറിയുവാണ്. അതുവരെ അവരെ ചതി മനസ്സിലാക്കുന്നില്ല. ചതി അവരെന്ന് തിരിച്ചറിയുന്നോ അപ്പൊ അവർക്കത് പീഡനമായിട്ട് ഫീൽ ചെയ്യുക. അതുവരെ അവര് അതിനെ ഒരു പരിധി വരെ എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവര് വിശ്വസിക്കുവാണ് ഈ മനുഷ്യൻ എന്നോട് സ്നേഹമാണ്, അല്ലാണ്ട് ഞാൻ ഒരിക്കലും അല്ലാതെ ഞാൻ ഒരിക്കലും ആ സ്ത്രീ ആ ഒരു ആക്ടിനെ എൻജോയ് ചെയ്തു ഞാൻ ഒരിക്കലും പറയില്ല. സ്ത്രീകൾ ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീകൾ ഭയങ്കര കഴിവുള്ളവരാണ്, ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രോങ്ങർ ദാൻ മെൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് ആണ്. സ്ത്രീകൾ ഒരിക്കലും അപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ ഒരു കാര്യം എൻജോയ് ചെയ്യുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ ആ പുരുഷനോട് അട്രാക്റ്റഡ് ആയി മെന്റലി അവരുമായിട്ട് അടുത്തിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അവരത് എന്ന് തിരിച്ചറിയുന്നു അത് ചതിയായിരുന്നു എന്ന്, അവരത് ബേസ്റ്റ് ഔട്ട് ആവുകയാണ്. പിന്നെ അവിടെയാണ് പിന്നെ അവരെങ്ങനെ ആ പുരുഷനെ കൊടുക്കാം എന്ന് ചിന്തിക്കും പല സ്ത്രീകളും.